കേരളം എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി. കേരളത്തിലും തമിഴ്നാട്ടിലും ഏറ്റവും ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ കാസ്റ്റ് ഇവിടെ എത്താൻ പോവാണ്, ഡയറക്ടർ ഇവിടെ എത്താൻ പോവാണ്, പാട്ടുകാരനായ വേടൻ ഇവിടെ എത്താൻ പോവാണ്. ആൻഡ് ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഡോണയെ സ്വാഗതം ചെയ്താൽ ഡോണയ്ക്ക് ഒരു വലിയ കൈ കൊടുക്കണം. ഡോണ, വെൽക്കം ഡോണ. മഞ്ഞുമൽ ബോയ്സ് വേണ്ടി മാറ്റി വെച്ചതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ജൂനിയർ ലാലിന്റെ ഫാൻസ് ഉണ്ട് ഇവിടെ, ജീൻ പോൾ ലാലിന്റെ ഫാൻസ് ഉണ്ട്. ഒരു കൈഡിയ എത്ര ബാലു വർഗീസ് ഫാൻസ് ഉണ്ട് ഇവിടെ. ഗണപതി, നമ്മുടെ പാലമ്പുഴ ഗണപതി ഇഷ്ടമാണ്. ഇനി ഞാൻ വേറൊരാളുടെ പേര് പറയാം. അദ്ദേഹത്തിന്റെ അച്ഛനെയാണ് നമ്മൾ കൂടുതൽ അറിയെങ്കിലും ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ അച്ഛന്റെ അതേ ടാലന്റ് ഉണ്ട് എന്ന് കാണിച്ചു തന്ന ശബ്ദം സലീം കുമാർ. സംവിധായകൻ കൂടിയായ ഖാലിദ് റഹ്മാൻ ഇതിനകത്ത് മികച്ചൊരു കഥാപാത്രം കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഖാലിദ് റഹ്മാനും ഇന്ന് ഇവിടെ വരുന്നുണ്ട്. Ready guys? All right. Sharjah, get ready to welcome the Mandumal Boys. Make some noise for Mandumal Boys, everyone. ആരും മൊബൈൽ താഴ്ത്തണ്ട. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്നേഹം കാണിക്കണം എങ്ങനെയാണ്? Make some noise everyone. That's what the Mandumal Boys. നിങ്ങളുടെ ശരിക്കും ഇവിടെ വേറെ ആരോ വരാനുണ്ടോ? വരട്ടെ. അവർ വരുമ്പോൾ നമുക്ക് അവർക്കുള്ള ഇതും കൊടുക്കുന്നതായിരിക്കും ഉറപ്പായിട്ട്. പക്ഷേ നമ്മളിപ്പോ വന്നേക്കുന്നവര് നമ്മളെല്ലാരും ഇങ്ങനെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന് ഇപ്പോഴും പടം ഇത്രയും ഹിറ്റായിട്ടും ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു മുഖം കണ്ടാ. പറവ എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ടാണ്, പറവ ഫിലിംസിന്റെ ഭാഗമായിട്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സൗബിനാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഷാർജ, just one more time when I welcome Saubin, show your love. Saubin Shahid. Saubin. രണ്ടു വാക്ക്. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷം. നമ്മളെ നാട്ടിലൊരു പടം ഇവിടെയും വളരെയധികം വിജയമാക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എന്താ പറയുക, ഇത്ര നേരം കാത്തുനിന്ന് നിങ്ങൾക്ക് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. വളരെയധികം സന്തോഷം. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമെങ്കിലും പടം കാണണം. 2 പ്രാവശ്യം അടിപൊളി അടിപൊളി. അപ്പോൾ ഇനിയും കാണണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാണാത്തവർ കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സൗബിൻ. ഓൾറൈറ്റ്, ഇനി എനിക്കറിയാം, ഞാൻ ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇതിന്റെ ഡയറക്ടറും ഇപ്പൊ എത്തുന്നുണ്ട്. This is the success celebration. They are here to celebrate success. ആലോചിക്കണം, കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേപോലെ കളക്ഷനിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചിത്രം ഇന്ന് നമ്മുടെ ഇടയിൽ വന്നാണ് സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഷാർജയുടെ വണ്ടി വന്നാണ് സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ഓൺ. ജാനുമൻ വരുന്നുണ്ട്, ജാനുമൻ. അപ്പൊ പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സാധനം നമുക്ക് അതിന്റെ ഇരട്ടി മടങ്ങിൽ കിട്ടിയത് മറ്റാരുടെയും കയ്യിൽ നിന്നല്ല. ദ ഡയറക്ടർ ചിദംബരം. ഹലോ ഷാജ. Big crowd, thank you. I can't say anything. നമ്മടുത്തൊന്നും സംസാരിക്കില്ല. കമലഹാസൻ, ധനുഷ് അങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ. നമ്മളെ രജനീകാന്ത്, വിക്രം എല്ലാവരും ആയോ? അങ്ങനെയൊന്നുമില്ല. സ്റ്റാലിൻ വിളിച്ചിട്ട് എന്താ അടുത്ത പടം സെറ്റായ സുഖമായിട്ടിരിക്കണം. പ്ലീസ് ഷാർജയ്ക്ക്. താങ്ക് യു ഓൾ. എന്താ പറയണമെന്ന് അറിയില്ല. ഇത്ര ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് എന്താ സംസാരം പൊട്ടി പോകുന്നു. താങ്ക് യു ഓൾ ഫോർ കമ്മിങ്. പടം കണ്ടതിന് നന്ദി. കാണാത്തവർ എന്തായാലും കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു. താങ്ക് യു.
പടം ഇഷ്ടമായവരെല്ലാം ചിതുവിന് വേണ്ടിയിട്ട് ഒരു ഉഗ്രം പാളം. ഇനി ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഒരു പെർഫെക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിലല്ല, പക്ഷെ അതിന് മുമ്പ് ഒരാളെ ഇങ്ങോട്ട് ക്ഷണിച്ചേ വരുള്ളൂ. കാരണം ഈ പടത്തില് ഞാൻ ആരുടെയൊക്കെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോ അവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിലേക്ക് നമ്മളെ കാസ്റ്റ് ചെയ്തത് ഒരാളാണ്. ആ കാസ്റ്റിംഗ് ഡയറക്ടറെ വിളിക്കാതെ പോകാൻ പറ്റുമോ? അല്ലേ? കാസ്റ്റിംഗ് ഡയറക്ടറെ വിളിക്കട്ടെ. പാലും പഴവും കൈകളിലേന്തി ഗണപതി everyone show your love. താങ്ക് യു സോ മച്ച്. ഹലോ ഷാജ, സത്യം പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കിൽ ഉറക്കം തൂങ്ങിയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പം പരിപാടി ഫുൾ പവറായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അസ്. വി ലവ് യു. താങ്ക് യു. ഞാൻ പറഞ്ഞല്ലോ എല്ലാരും ഞാൻ ക്ഷണിക്കാം. പക്ഷേ ഇതിലൊരു വലിയ കാര്യമുണ്ട്. നമുക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങളും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ കൈഡി, വലിയ ബഹളം വേണം. നമുക്കൊരു കലാകാരനെ പല കാരണങ്ങൾ കൊണ്ട് വേണമെങ്കിൽ ബാൻ ചെയ്ത് മാറ്റി നിർത്താം. പക്ഷേ ആ കലാകാരൻ കഴിവുള്ളവനാണെങ്കിൽ ഒരിക്കലും പ്രേക്ഷകന്റെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. അങ്ങനെ തെളിയിച്ചൊരാൾ ശ്രീനാഥ് ബാസെ. എവിടെടാ ടു മച്ച്? കറക്റ്റ് അല്ലേ? എടുത്തോ. ഷാർജ യെസ്, കണ്ടോ പടം കണ്ടോ? കമോൺ, കാണാൻ പറ്റാത്തവർ കാണുക പ്ലീസ്. ആൻഡ് താങ്ക് യു ഫോർ കമ്മിങ് ഔട്ട് ഹിയർ. എല്ലാവരും ഇവിടെ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം നന്ദി. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടു യുവർ സെൽഫ് പ്ലീസ് ഫോർ കമ്മിങ് ഔട്ട്. താങ്ക് യു. ഇനിയും വിളിക്കുന്നു. ഒരാൾ ഇവിടെ സ്റ്റേജ് വന്നിട്ട് ഞാൻ അങ്ങനെ മുട്ടി നിൽക്കുകയാണ് എനിക്ക് ആ ഡയലോഗ് ഒന്ന് പറയാനായിട്ട്. അതായത് ഇവിടെ വരുന്നതിന്, അതായത് നിങ്ങൾ എല്ലാവരും വരുന്നതിന് മുന്നേ തന്നെ നമ്മളിവിടെ ക്രൗഡിൽ നിന്ന് 2-3 തവണ ഡയലോഗ് അടിച്ചു. ഓക്കേ, സോ ലെറ്റ്സ് ജസ്റ്റ് ആ ഡയലോഗ് പറ. ദാ ലൂസ് അടിക്കടാ എന്ന് പറഞ്ഞതാരാണ്? ചന്തു. ചന്ദുവിനെ വിളിക്കുമ്പോ നമുക്കൊരു കാര്യം കൂടി ഉണ്ട്. ചന്ദുവിന് ഫസ്റ്റ് ഈ രീതിയിലുള്ള പടം, അതായത് പുരുഷനായതിനു ശേഷം, വലിയ പുരുഷനായതിനു ശേഷമുള്ള പടമാണ്. അപ്പോ അതില് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സലീമേട്ടനോടുള്ള സ്നേഹവും കൂടി വേണം. For ചന്തു സലീം കുമാർ everyone. പറ എല്ലാവരോടും. ലൂസ് അടിക്കാനെങ്കിലും പറ, അല്ലെങ്കിൽ ശരിയാവില്ല. ആ ഡയലോഗ് ഒന്ന് പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട്. ചന്തു, എക്സ്പീരിയൻസ് മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞമ്മൽ ബോയ്സിലെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ ഫസ്റ്റ് പടമാണ് ത്രൂ ഔട്ട് ചെയ്യുന്നത്, പക്ഷെ അങ്ങനെ ഒരു തോന്നലേ ഉണ്ടായിട്ടില്ല. ഇവരെല്ലാവരും എന്റെ ബോയ്സ് എല്ലാവരും എന്റെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. പൊളിയായിരുന്നു, അടിപൊളി. താങ്ക് യു ചന്തു, താങ്ക് യു. ഇനി ഞാൻ പറഞ്ഞല്ലോ അഗൈൻ, ഈ പറഞ്ഞത് നമുക്ക് ചില സമയത്ത് നമ്മുടെ മലയാള സിനിമയുടെ ലെഗസി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അച്ഛൻ സംവിധായകൻ മാത്രമല്ല, നടനുമാണ്, പ്രൊഡ്യൂസറാണ്, എല്ലാമാണ്. അദ്ദേഹം ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തിയുമാണ്. എന്നാൽ അച്ഛൻ ഒത്ത ലെഗസിയാണ് എന്ന് കാണിച്ചുകൊണ്ട് നമ്മുടെ താടിയില്ലാത്ത ജീനെ നമ്മൾ കണ്ടു. ജൂനിയർ ലാൽ എവരിവൺ, ജീൻ പോൾ ലാൽ. ജീൻ എന്ത് പറയുന്നതിന് മുന്നേ ആ ഡയലോഗ് ഒന്ന് പറ പ്ലീസ്. Siju, Manjumal. Guys, it's so nice to see you. കാരണം ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. വണ്ടിയിലിരിക്കുമ്പോൾ it was like very boring with the traffic and all, but the shit is so much, bro. Wow! Very nice to see you guys. Thank you so much. Worth all the traffic, right? All right. Thanks a lot. Again, ഞാൻ അടുത്ത ആളിനെ വിളിക്കട്ടെ. And again, from the same family, ഇവർ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ നമുക്കറിയാം. കാരണം ഒരാൾ മൂളുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് മറ്റേ ആളിന് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ again, ഇവരെല്ലാവരും ഒരു ഫാമിലി തന്നെയാണ്. But that's one person I would like to call. ഞാൻ ഇവിടെ കയറി വന്നപ്പോ എല്ലാരും കയറി വന്നപ്പോ ഇയാൾ കയറി വരുമ്പോൾ ഒരു എക്സ്ട്രാ ബഹളം കേൾക്കുകയും ചെയ്തിരുന്നു. മറ്റാരുമല്ല, ബാലു വർഗീസ് everyone. ഹലോ ഷാർജ. അമ്മോ, നേരത്തെ ഇവരെല്ലാരും പറഞ്ഞു ശരിക്കോടോ, ഞങ്ങള് വണ്ടി എടുത്ത് ഉറങ്ങിയാണ് മുതിഞ്ഞോട്ടോ വന്നത്. പിന്നെ ആക്ച്വലി ഭയങ്കര ഒരു വിഷമം ഉണ്ടായി. 6 മണി കഴിഞ്ഞിട്ടാണ് പരിപാടി തുടങ്ങുകയെന്ന് പറഞ്ഞു. 8 മണി കഴിഞ്ഞു. ആകെ കോമഡി ആയിരിക്കണം. 10 മിനിറ്റ് 15 പ്രാവശ്യം പറഞ്ഞു. അവിടെ ചെറിയൊരു ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ആക്ച്വലി ഞങ്ങൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. ഒരു പട്ടിക്കുറുക്കൻ ഉണ്ടാവൂലടാ ഇവിടെ, ആരും ഉണ്ടാവൂല കയറിയത്. പക്ഷേ താങ്ക് യു സോ മച്ച്. ശരിക്കും ഇതാണ് കേട്ടോ സക്സസ് സെലിബ്രേഷൻ. നമ്മുടെ നാട്ടിലെ പരിപാടികൾ നടക്കുന്നു. പടത്തിന് ഇത്രയും ഒരു ഹ്യൂജ് സക്സസിന്റെ ഭാഗമായിട്ട് ഇത്രയും പേരുടെ കൂടെ നമുക്ക് പുറത്ത് GCC നമ്മുടെ ഷാർജയിൽ നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് ഓൾ. താങ്ക് യു ബാലു, താങ്ക് യു.
ഞാനിനി അടുത്തൊരാളെ വിളിക്കട്ടെ, മറ്റാരുമല്ല. ഇദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കഥാപാത്രങ്ങളും കൊണ്ട്. ശരിക്കും ഒരു ഇവന്റ് മാനേജ്മെന്റുമായിട്ട് വന്നതാണ്, പിന്നീട് അങ്ങോട്ട് പോയിട്ടില്ല. മൊത്തമായി എല്ലാ കഥാപാത്രങ്ങളിലും സ്വന്തമായിട്ടൊരു സിഗ്നേച്ചർ കൊടുക്കുന്ന അഭിരാം, പ്ലീസ്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. വെൽക്കം. ഇത്തരത്തിലുള്ള ഒരു വിശേഷണത്തിന് ഓക്കെ, താങ്ക് യു ഷാർജ, ലവ് യു ഓൾ. നിങ്ങളെല്ലാവരും മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ടൊന്നും വിചാരിക്കുന്നു. കാണാത്തവർ കാണുക. ഈ കയ്യടിക്ക് വളരെ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക്സ് a lot. And now നമുക്ക് ഓരോ ചിത്രം കഴിയുമ്പോഴും ഈ കക്ഷിയെ നമുക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല. ഇന്നലെ പക്ഷേ ഒരു സംഭവം നന്നായിട്ട് പാടി കേട്ടോ. Ladies and gentlemen, welcome Arun Kurian, please. Hey, what's up, Sharjah? Very nice to be here. ഒത്തിരി സന്തോഷം നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. കാണാത്തവരെല്ലാം പടം കാണുക. ആൻഡ് താങ്ക് യു ഫോർ വെയിറ്റിംഗ് ഫോർ us and thank you for the love. Definitely. Thank you. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന എല്ലാ ആൾക്കാർക്കും എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ള സമയത്ത് തന്നെ അവിടെ കൂടെ നിന്ന് കട്ടയ്ക്ക് പിടിച്ച ഒരാളുണ്ട് ഇവിടെ. വിഷ്ണു, പ്ലീസ് ഗോ. അതായത് സിനിമ കഴിഞ്ഞിട്ടും കൂടി ആ ഒരു ഹെയർ സ്റ്റൈലും ആ ഒരു ഔട്ട്ഫിറ്റും കൂടി ഇട്ടിട്ടല്ല ഈ വന്നിരിക്കുന്നത്. പടത്തിന്റെ പ്രൊമോഷൻ കഴിഞ്ഞ നമ്മൾ അങ്ങനെ ആക്ച്വലി താടിയൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങിയത്, പക്ഷെ ആർക്കും മനസ്സിലാവണ്ടായില്ല. ദുബായിൽ വന്നിട്ടെങ്കിൽ ആർക്കെങ്കിലും മനസ്സിലാവട്ടെന്ന് വിചാരിച്ചാണ് ക്ലീൻ ഷേവ് അടിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നത് നാട്ടിലേക്കാളും കൂടുതൽ ഞാൻ ഇന്നലെ രാത്രി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ഒരു 3-4-5 പേര് മഞ്ഞുമ്മൽ ചേർന്നല്ലേ, അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. അതാണ്. അപ്പൊ എന്തായാലും എല്ലാവരും ഈ പടം അക്സെപ്റ്റ് ചെയ്യൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോ ഇനി കാണാത്ത ആൾക്കാർ ഉറപ്പായിട്ടും പോയി കാണണം. താങ്ക് യു വെരി മച്ച്. ഡെഫിനറ്റ്ലി വിഷ്ണു. ഇനി ഞാൻ അടുത്ത് വിളിക്കുന്ന നമ്മൾ തുടക്കം തൊട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമ്മൾ ഇവിടെ വന്നപ്പോ തൊട്ട് നമ്മളൊരു പാട്ട് കുറച്ചേ ഞാൻ DJ എടുത്ത് പറഞ്ഞു വേറൊരു പാട്ട് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആ കാര്യം കൂടെ പറയണം. അതായത് ഇവിടെ ആ പാട്ട് ഇവിടെ പാടാൻ പറഞ്ഞപ്പോ ഇവിടെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ പറഞ്ഞ് നമ്മുടെ കുരുത്തം കെട്ടവരെന്നൊക്കെ. പക്ഷേ നമുക്ക് ഇന്ന് അദ്ദേഹം ശരിക്കും ഞാൻ മേഡന്റെ ഒരു കഴിഞ്ഞ പെർഫോമൻസ് കാണുമ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റർടൈൻമെന്റ് ഒക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നേക്കുന്നത് അതല്ല, കഥകൾ പറയാനാണെന്ന് പറയുന്നത്. മേഡൻ കൊടുക്കുന്ന പാട്ടുകളുടെ പഞ്ച് എന്താണെന്നുള്ളതും അതിന്റെ ലിറ്ററേച്ചർ എന്താണെന്നുള്ളതും നമുക്കറിയാം. അതിനെ സൂപ്പർ ഹിറ്റ് ലഭിച്ചിരിക്കുന്നു. ഹായ് ഷാർജ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പടം കണ്ടിട്ടുണ്ടാവും, പാട്ടും കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ടെങ്കിൽ എന്നാ പിന്നെ നമുക്കൊരു 2 വരിയിലേക്ക് പോയാലോ? പാടാനാണ് ഞാൻ വന്നത്, പാടാനാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരുമിച്ച് പക്ഷേ പാടും പാടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാൻ തന്നെ. Crowd has spoken. We're done. ഷാർജ, ആ പാട്ട് ഇഷ്ടമായെങ്കിൽ ഒരു വലിയ വേണം. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇവരെ എല്ലാവരെയും ഒരേപോലെ ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഇവരെല്ലാവരും ഒന്നിച്ച് ഇവിടെ എത്തുമ്പോൾ അവരെത്തിയിരിക്കുന്നത് എന്തിനാണെന്നുള്ളത് വീണ്ടും ഓർമ്മ വേണം. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ചിത്രം ഇറങ്ങിയതാ ഒരാഴ്ചക്കകത്ത് തന്നെ തമിഴ്നാട്ടിൽ ഒരു മലയാള സിനിമ ഡെയിലി കളക്ഷനിൽ ഉണ്ടാക്കുന്ന റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ റെക്കോർഡ് കൂടി നമുക്കുണ്ട്. അതും ചേർത്താണ് ആഘോഷം. ഇവിടെ ചിത്രം നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചിരിക്കുന്നത് ഫാസ്റ്റ് ഫിലിംസ് ആണ്. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് സ്വാഗതം ചെയ്ത് let's move into the cake cutting. Exactly. So I just want to tell all of you standing here in the Manjumal Boys ന് വേണ്ടി സക്സസ് സെലിബ്രേഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ വന്ന നിങ്ങളെ കാണാനായിട്ട് വന്നവർ ഇന്ന് ഒരുപാട് ജോലി ചെയ്യുന്നവരാണ്. Saturday is a working day. They kept this day for you guys. അത് പറയണം. ഏതാണ്ട് ഇവിടെ 4:30 വന്ന ആൾക്കാരുണ്ടല്ലോ. 4:30 വന്ന ആൾക്കാർ Exactly. 4:30 they have been here waiting for you.
Alright, so നമ്മളിപ്പോ അടുത്തൊരു കേക്ക് കട്ടിംഗിലേക്ക് പോവാണ്. So I just want all the boys to come towards the front. Alright, Sharjah, make some noise! നമ്മുടെ സ്പോൺസേഴ്സിന് ഒരു നോട്ട് ഓഫ് താങ്ക്സ് അവർക്ക് course. വേണ്ടിയിട്ടുള്ള കുറച്ച് മൊമെന്റോസ് നൽകി നമുക്ക് ഇവിടെ നിന്ന് പിരിയാം. Everyone stand up. And if you love the Mannimal Boys, let's give them a standing ovation, everyone. സമയമെടുത്ത് നമ്മളെ കാണാൻ ഇവിടെ വന്നതിന് ഒപ്പം നിങ്ങളുടെ സക്സസ് നമ്മളോടൊപ്പം സെലിബ്രേറ്റ് ചെയ്തതിന് ഷാർജയുടെ പേരിൽ, സഫാരി മോളിന്റെ പേരിൽ, UAE പേരിൽ, മിഡിൽ ഈസ്റ്റിന്റെ പേരിൽ വളരെയധികം നന്ദി. താങ്ക് യു. ഇനിയും മഞ്ഞുമൽ ബോയ്സ് പറന്നുയർന്ന് മുകളിലേക്ക് തന്നെ പോട്ടെ. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. உண்டான காயமெல்லாம் தன்னாலே மாறி போன மாயம் என்ன பொன்மானே பொன்மானே, எந்த காயமான போதும் என் மேனி தாங்கி கொள்ளும் உந்தன் மேனி தாங்காது பெண்மீனே, எந்தன் சோகம் என்னவென்று இன்றெண்ணி பார்க்கும் போது அழுகை வந்தது. இளையராஜ கேட்கண்டதுங்க. மனிதர் உணர்ந்து கொள் இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா, சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா. ലാലിയേ 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 ஓ அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா.